ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു വൺസ് KTU ക്വസ്റ്റ്യൻ പേപ്പർ സൊല്യൂഷൻ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ മൊഡ്യൂൾ 5-ൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്, മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ. സോ മൊഡ്യൂൾ 5-ൻ്റെ സിലബസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെയാണ് സിലബസിൽ വന്നിരിക്കുന്നതെന്ന് നോക്കാം. ഫസ്റ്റ്, സ്ട്രെസ്സസ് ഓൺ ഇൻക്ലൈൻഡ് സെക്ഷൻസ് ഫോർ യൂണി ആക്സിയൽ ആൻഡ് ബൈആക്സിയൽ സ്ട്രെസ് ഫീൽഡ്സ്, principal stresses and principal planes in 2D problems, maximum shear stress, strains along principal directions. Then രണ്ടാമത്തെ സെക്ഷനിൽ more circle for 2D problems. Then മൂന്നാമത്തെ സെക്ഷൻ short columns, direct and bending stress, cairn of a section, slender columns, Euler's buckling load, slenderness ratio, limitations of Euler's formula, Rankine formula. Then അടുത്ത section, torsion of circular and hollow circular shafts, power transmitted by circular shafts and hollow circular shafts. Then strain energy due to torsion. So സാധാരണ രീതിയിൽ ഈ slender columns, Euler's buckling load, slenderness ratio, limitations of Euler's formula, Rankine formula ഇവിടെ നിന്നൊക്കെ സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ള ഭാഗമാണ്. അതുപോലെ മോർ സർക്കിൾ വെച്ചിട്ടുള്ള പ്രോബ്ലം ചോദിക്കാറുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഈ സെക്ഷനും സ്ട്രെസ്സസ് ഓൺ ഇൻക്ലൈൻഡ് സെക്ഷൻസ്, ഇതൊക്കെ സാധാരണ ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാ കൊല്ലം ചോദിക്കാറുള്ളതാണ്. നമുക്ക് 2022 ഡിസംബർ വർഷം ചോദിച്ചിരിക്കുന്ന 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിഫൈൻ കേൺ ഓഫ് എ സെക്ഷൻ. ഒരു സെക്ഷൻ്റെ കേൺ എന്നാൽ എന്തെന്നുള്ളതാണ്. രണ്ടാമത് എക്സ്പ്ലെയിൻ ദി ലിമിറ്റേഷൻസ് ഓഫ് ഓയിലേഴ്സ് ഫോർമുല. ഓയിലേഴ്സ് ഫോർമുലയുടെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ് രണ്ടാമത്തത്. സോ കേൺ എന്ന് പറഞ്ഞാൽ എന്താണ്? എ കേൺ ഈസ് ദി റീജിയൻ ഓർ ഏരിയ ഇൻ വിച്ച് ദി കംപ്രസീവ് ലോഡ് പാസ് ത്രൂ ദെയർ വിൽ ബി നോ ടെൻസൈൽ. സോ ഇഫ് ദി കംപ്രസീവ് ലോഡ് പാസ് ത്രൂ there will be no tensile stress developed anywhere across the section of the column. അതായത് ഒരു കോളം, സപ്പോസ് ഒരു റെക്റ്റാങ്കുലർ കോളം എന്ന് വിചാരിക്കാം, റെക്റ്റാങ്കുലർ കോളം. സോ അതിൻ്റെ ഒരു പർട്ടിക്കുലർ ഏരിയ ഉണ്ട്, ഒരു പർട്ടിക്കുലർ ഏരിയ. ആ പർട്ടിക്കുലർ ഏരിയയുടെ അകത്ത് ലോഡ് ആക്ട് ചെയ്യുകയാണെങ്കിൽ ഈ ക്രോസ് സെക്ഷനിൽ മറ്റ് പോയിന്റുകളിലൊന്നും എന്ത് ചെയ്യില്ല, വേറെ എന്തെങ്കിലും ഒരു ടെൻസൈൽ സ്ട്രെസ് ഡെവലപ്പ് ചെയ്യില്ല. there will be no tensile stress developed anywhere across the section of the column. അതായത് ഈ സെക്ഷനിൽ ഒരു സ്ഥലത്ത് എന്ത് ചെയ്യില്ല, ടെൻസൈൽ സ്ട്രെസ്സസ് ഡെവലപ്പ് ചെയ്യില്ല. ആ സമയത്ത് ആ ഒരു ഭാഗത്തിൻ്റെ പുറത്താണ് ലോഡ് ആക്ട് ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ ലോഡ് അല്പം എക്സെൻട്രിക് ആണെങ്കിൽ ആ ക്രോസ് സെക്ഷനിൽ എന്ത് ചെയ്യും, ആ അപ്ലൈഡ് കംപ്രസീവ് സ്ട്രെസ്സിന് പുറമെ ആ സെക്ഷനിൽ ടെൻസൈൽ സ്ട്രെസ്സസും ആക്ട് ചെയ്യും. സോ ഇങ്ങനെ ടെൻസൈൽ സ്ട്രെസ് ഡെവലപ്പ് ചെയ്യാത്ത ആ ഭാഗത്തിനെ വിളിക്കുന്ന പേരാണെന്ത്? കേൺ ഓഫ് എ സെക്ഷൻ. കേൺ ഓഫ് എ സെക്ഷൻ. ഇറ്റ് ഈസ് ദി റീജിയൻ ഓർ ഏരിയ ഇൻ വിച്ച് കംപ്രസീവ് ലോഡ് പാസസ് ത്രൂ. There will be no tensile stress developed anywhere across the section of the column. ഓക്കെ, ഈ ഓരോ ഷേപ്പിനും, ഇപ്പോൾ റെക്റ്റാങ്കുലർ കോളം ആണെങ്കിൽ അതിൻ്റെ കേണിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഒരു റോംബസ് ആയിരിക്കും. റോംബസ് എന്ന് പറഞ്ഞാൽ എന്താണ്? റോംബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സൈഡും ഈക്വൽ ആയിട്ടുള്ള പാരലലോഗ്രാമിനെയാണ് നമ്മൾ റോംബസ് എന്ന് പറയുന്നത്. സോ ഈ ഷേപ്പ് ആയിരിക്കും റെക്റ്റാങ്കുലർ കോളത്തിൻ്റെ കേൺ എന്ന് പറയുന്നത്. ഐ സെക്ഷൻ ആണെങ്കിൽ അതും റോംബസ് ആയിരിക്കും. സ്ക്വയറിൻ്റെ കേൺ എന്ന് പറയുന്നത് സ്ക്വയർ ആയിരിക്കും. സ്ക്വയർ ബീമിൻ്റെ കേൺ എന്ന് പറയുന്നത് സ്ക്വയർ ആയിരിക്കും. സോളിഡ് സർക്കുലാർ ആയിട്ടുള്ളൊരു ബീമാണെങ്കിൽ, ഒരു കോളമാണെങ്കിൽ അതിൻ്റെ കേൺ എന്ന് പറയുന്നത് സർക്കുലർ തന്നെയായിരിക്കും. ഹോളോ സർക്കുലർ ആയിട്ടുള്ള ഒരു കോളമാണെങ്കിൽ അതിൻ്റെ കേൺ എന്ന് പറയുന്നത് എന്തായിരിക്കും? സർക്കുലർ ഷേപ്പുള്ള ഭാഗമായിരിക്കും. അതായത് ഒരു സോളിഡ് ആയിട്ടുള്ള സർക്കുലർ ആയിട്ടുള്ള ഒരു ബീമാണെന്ന് വിചാരിക്കുക, അതിൻ്റെ കേൺ എന്ന് പറയുന്നത് സർക്കുലർ ഷേപ്പുള്ള ഭാഗമായിരിക്കും. സോ അതിൻ്റെ അകത്ത് നമ്മുടെ ലോഡ് ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ, കംപ്രസീവ് ലോഡ് ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ മറ്റ് പോയിന്റുകളിലൊന്നും എന്ത് ചെയ്യില്ല, ടെൻസൈൽ സ്ട്രെസ്സസ് ആക്ട് ചെയ്യില്ല. സോ അങ്ങനെയുള്ള ആ ഭാഗത്തിനെ വിളിക്കുന്ന പേരാണെന്ത്? കേൺ ഓഫ് എ സെക്ഷൻ. ഓക്കെ, കുഴപ്പമില്ലല്ലോ. നൗ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ആർ ദി ലിമിറ്റേഷൻസ് ഓഫ് ഓയിലേഴ്സ് ഫോർമുല എന്നുള്ളതാണ്. ഓയിലേഴ്സ് ഫോർമുലയുടെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ്?
എന്താണ് ഓയിലേഴ്സ് ഫോർമുല എന്ന് പറയുന്നത്? നമുക്കറിയാം ക്രിപ്ലിംഗ് ലോഡ് പി സി സിക്കൽ ടു പൈ സ്ക്വയർ ഇ ഐ ബൈ എൽ സ്ക്വയർ. ഇതാണെന്ത് ഓയിലേഴ്സ് ഫോർമുല എന്ന് പറയുന്നത് അല്ലേ? ഈ ഫോർമുല നമുക്ക് എല്ലായിടത്തും അപ്ലൈ ചെയ്യാൻ പറ്റില്ല. എവിടേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ? സ്ലെൻഡർ കോളങ്ങളിൽ മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എന്താണ് ലോങ് കോളങ്ങൾക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഈ ഓയിലേഴ്സ് ഫോർമുല യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. അല്ലെങ്കിൽ സ്ലെൻഡർനെസ് റേഷ്യോ ഗ്രേറ്റർ ദാൻ 120. സ്ലെൻഡർനെസ് റേഷ്യോ എന്ന് പറയുന്നത് എന്താ? എൽ ബൈ കെ അല്ലേ? ലെങ്ത് ബൈ കെ. കെ എന്ന് പറയുന്നത് എന്താണ്? റേഡിയസ് ഓഫ് ഗൈറേഷൻ. സ്ലെൻഡർനെസ് റേഷ്യോ ഗ്രേറ്റർ ദാൻ 120 ആയിട്ടുള്ള കോളങ്ങളിലാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഈ പറയുന്ന ഓയിലേഴ്സ് ഫോർമുല അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. ഇതെന്ത് ചെയ്യുന്നില്ല? ഡയറക്റ്റ് കംപ്രസീവ് സ്ട്രെസ്സിന്റെ എഫക്റ്റ് കൺസിഡർ ചെയ്യില്ല. ഡയറക്റ്റ് കംപ്രസീവ് സ്ട്രെസ് അതിന്റെ എഫക്റ്റ് എന്ത് ചെയ്യില്ല? കൺസിഡർ ചെയ്യില്ല. ഇറ്റ് ഡസ് നോട്ട് കൺസിഡർ ദി എഫക്റ്റ് ഓഫ് ഡയറക്റ്റ് കംപ്രസീവ് സ്ട്രെസ്. എന്ന് വെച്ചാൽ എന്താ? സപ്പോസ് നമ്മുടെ കോളം എന്ന് പറയുന്നത് ഒരു ഷോർട്ട് കോളം എന്ന് വിചാരിക്കാം. ഒരു കോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെർട്ടിക്കൽ ലോഡ് ക്യാരി ചെയ്യുന്ന മെമ്പറാണ്. ഓക്കെ. സപ്പോസ് ഇത് ഷോർട്ട് കോളമാണ്, ഇതൊരു ലോങ് കോളം എന്ന് വിചാരിക്കാം. ഷോർട്ട് കോളത്തിൽ ഒരു ലോഡ് ആക്ട് ചെയ്യുന്നു, ലോങ് കോളത്തിലും ഒരു ലോഡ് ആക്ട് ചെയ്യുന്നു. ഓക്കെ. ഈ ഷോർട്ട് കോളത്തിൽ ലോഡ് ആക്ട് ചെയ്യുമ്പോൾ ഈ ലോഡ് മൂലം ഇവിടെ കംപ്രസീവ് സ്ട്രെസ് ജനറേറ്റ് ചെയ്തിട്ട് ഇവിടെ ഒരു കംപ്രസീവ് ഫെയിലിയർ ഇങ്ങനെ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. ഓക്കെ. ബെൻഡിങ് അതിനുള്ള സാധ്യത കുറവാണ്. എന്നാലും ബെൻഡ് ആവും. എന്നാലും ലോങ് കോളം ബെൻഡ് ആവുന്ന പോലെ ബെൻഡ് ആവില്ല. സോ ഷോർട്ട് കോളം ആണെങ്കിൽ അവിടെ അത് ഫെയിൽ ആവുന്നത് ഈ കംപ്രസീവ് സ്ട്രെസ് മൂലമാണ്. ആ സമയത്ത് ലോങ് കോളം ആണെങ്കിൽ എന്താണ്? അവിടെ കംപ്രസീവ് സ്ട്രെസ്സിന്റെ എഫക്റ്റ് കുറവായിരിക്കും. അവിടെ ബക്ലിംഗ് ആയിരിക്കും യൂഷ്വലി സംഭവിക്കുന്നത്. സോ ഇങ്ങനെ ലോങ് കോളങ്ങളിൽ മാത്രമാണ് ബക്ലിംഗ് സംഭവിക്കുന്ന ലോങ് കോളങ്ങളിൽ മാത്രമാണ് നമ്മുടെ ഈ ഓയിലേഴ്സ് ഫോർമുല അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇങ്ങനെ ക്രഷിങ് സംഭവിക്കുന്ന കേസിൽ അല്ലെങ്കിൽ ഷോർട്ട് കോളങ്ങളിൽ അല്ലെങ്കിൽ സ്ലെൻഡർനെസ് റേഷ്യോ ലെസ് ദാൻ 30 120ക്ക് മുകളിലാണെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതിന് കുറവാണെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ലെസ് ദാൻ 30 ആണെങ്കിൽ നമുക്ക് ഒറ്റും അപ്ലൈ ചെയ്യാൻ പറ്റില്ല. സ്ലെൻഡർനെസ് റേഷ്യോ കുറവായിട്ടുള്ള ഷോർട്ട് കോളങ്ങളിലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഓയിലേഴ്സ് ഫോർമുല അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഓക്കെ. സോ അതിന് പരിഹാരമായിട്ടാണ് എന്ത് വന്നിരുന്നത്? നമ്മുടെ റാങ്കൈൻ ഫോർമുല വന്നത്. റാങ്കൈൻ ഫോർമുല നമുക്ക് ഷോർട്ട് കോളത്തിനും ഈ പറയുന്ന ലോങ് കോളത്തിനും അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ. സോ വാട്ട് ആർ ദി ലിമിറ്റേഷൻസ് ഓഫ് ഓയിലേഴ്സ് ഫോർമുല? ഫസ്റ്റ്, ഇറ്റ് കനോട്ട് അപ്ലൈ ഫോർ ഷോർട്ട് കോളംസ്. ഇറ്റ് ക്യാൻ അപ്ലൈ ഓൺലി ഫോർ ലോങ് കോളംസ്. ഓക്കെ. അല്ലെങ്കിൽ മറ്റു രീതി പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് കനോട്ട് അപ്ലൈ ഫോർ കോളംസ് ഹൂസ് സ്ലെൻഡർനെസ് റേഷ്യോ ഈസ് ലെസ് ദാൻ 30. ഓക്കെ. ലെസ് ദാൻ 30 ആയിട്ടുള്ള സ്ലെൻഡർനെസ് റേഷ്യോ ലെസ് ദാൻ 30 ആയിട്ടുള്ള കോളത്തിന് വിളിക്കുന്നവരാണ് ഷോർട്ട് കോളം. സോ ഷോർട്ട് കോളങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഇറ്റ് ക്യാൻ അപ്ലൈ ഓൺലി ഫോർ കോളംസ് ഹു ഹാവ് സ്ലെൻഡർനെസ് റേഷ്യോ ഗ്രേറ്റർ ദാൻ 120. ഓക്കെ. ഈ മറ്റൊരു പോയിന്റ് പറയുകയാണെങ്കിൽ എന്താണ്? ഡയറക്റ്റ് കംപ്രസീവ് സ്ട്രെസ്സിന്റെ എഫക്റ്റ് കൺസിഡർ ചെയ്യുന്നില്ല ഈ പറയുന്ന ഓയിലേഴ്സ് ഫോർമുല. ഓക്കെ. സോ ഇതാണ് ഈ 3 ലിമിറ്റേഷൻസ് ആണ് നമുക്ക് പറയേണ്ടതുള്ളൂ. ഓക്കെ. 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. അടുത്തത് നമുക്ക് എസ് എ ക്വസ്റ്റ്യൻ ആണ്. 14 മാർക്കിന്റെ എസ് എ ക്വസ്റ്റ്യൻ. എങ്ങനെ ചെയ്യാൻ നോക്കാം. എ പോയിന്റ് ഈസ് സബ്ജക്റ്റഡ് ടു ടെൻസൈൽ സ്ട്രെസ്സസ് of 50 Newton per mm square and 10 Newton per mm square acting on two mutually perpendicular planes. Okay. അതായത് ഒരു പോയിന്റിൽ 2 സ്ട്രെസ് ആക്ട് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് 50 Newton per mm square ടെൻസൈൽ സ്ട്രെസ്. ഓക്കെ. 2 10 ന്യൂട്ടൺ പെർ എം എം സ്ക്വയർ. അതും എന്താണ്? ടെൻസൈൽ സ്ട്രെസ് ആണ്. ഇങ്ങനെ 2 സ്ട്രെസ്സസ് ആക്ട് ചെയ്യുന്നുണ്ട്. ആക്ടിങ് ഓൺ 2 മ്യൂച്വലി പെർപെൻഡിക്കുലർ പ്ലെയിൻസ്. എ ഷിയർ സ്ട്രെസ് ഓഫ് 20 ന്യൂട്ടൺ പെർ എം എം സ്ക്വയർ ഈസ് ആക്ടിങ് ഓൺ ദീസ് പ്ലെയിൻസ്. ഈ പ്ലെയിനിൽ എന്താണ്? 20 ന്യൂട്ടൺ പെർ എം എം സ്ക്വയർ ഷിയർ സ്ട്രെസ് ആക്ട് ചെയ്യുന്നുണ്ട്. 20 ന്യൂട്ടൺ പെർ എം എം സ്ക്വയർ ഷിയർ സ്ട്രെസ് ആക്ട് ചെയ്യുന്നുണ്ട്. ഡിറ്റർമൈൻ ദി പ്രിൻസിപ്പൽ സ്ട്രെസ്സസ്.
പ്രിൻസിപ്പൽ സ്ട്രെസ്സസ് കണ്ടുപിടിക്കുക. ആൻഡ് മാക്സിമം ഷിയർ സ്ട്രെസ്സസ് കണ്ടുപിടിക്കുക. ആൻഡ് ഇറ്റ്സ് പ്ലെയിൻസ്, അതിൻ്റെ പ്ലെയിനുകളും കണ്ടുപിടിക്കുക. സോ ഈ പ്രോബ്ലം നമുക്ക് അനലിറ്റിക്കലിയും ഗ്രാഫിക്കലിയും ചെയ്യാൻ പറ്റും. നമുക്ക് മോർ സർക്കിൾ ഉപയോഗിച്ചിട്ട് ഗ്രാഫിക്കലി നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നിങ്ങൾ ഗ്രാഫിക്കലി ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് എളുപ്പം എന്ന് പറയുന്നത്. സോ എങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യാൻ നോക്കാം. സോ നമുക്ക് രണ്ട് സ്ട്രെസ്സസ് വന്നിട്ടുണ്ട്. രണ്ടും എന്താണ്? ടെൻസൈൽ സ്ട്രെസ് ആണ്. 50 Nm/mm²ഉം 10 Nm/mm², അല്ലേ? അതുപോലെ ഷിയർ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 20 Nm/mm² ആണ്. സോ ഈ ഡാറ്റ വെച്ചിട്ട് നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യാം? നമ്മുടെ മോർ സർക്കിൾ കൺസ്ട്രക്ട് ചെയ്യാം. സോ മോർ സർക്കിൾ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അത് വരയ്ക്കണമെന്ന് നോക്കാം. സോ നമ്മുടെ സ്ട്രെസ്സസ് ഏതൊക്കെയാണെന്ന് നോക്കിയേ. 10, 20, 50. സോ നമ്മൾ സ്യൂട്ടബിൾ സ്കെയിലിൽ ഒരു എക്സ് ആക്സും ഒരു വൈ ആക്സും വരയ്ക്കണം. ഞാൻ നോക്കിയപ്പോൾ എല്ലാം 5ന്റെ മൾട്ടിപ്പിൾസ് ആണ്, അല്ലേ? 5ന്റെ മൾട്ടിപ്പിൾസ് ആണ്. സോ നമുക്ക് എക്സ് ആക്സും വൈ ആക്സും 5ന്റെ മൾട്ടിപ്പിൾസ് ആയിട്ടുള്ള ഒരു സ്കെയിലിൽ വരയ്ക്കാം. സോ നമ്മുടെ രണ്ട് സ്ട്രെസ്സും ടെൻസൈൽ സ്ട്രെസ് ആണ്. അതുകൊണ്ട് എക്സ് ആക്സ് നെഗറ്റീവ് ഡയറക്ഷനിൽ നമ്മൾ വരയ്ക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എന്ത് ചെയ്യാം? എക്സ് ആക്സും വൈ ആക്സും മാർക്ക് ചെയ്യാം. ഞാൻ 1 സെൻറ്റിമീറ്റർ 5 Nm/mm² എന്നുള്ള രീതിയിലാണ് സ്കെയിൽ എടുക്കുന്നത്. ഓക്കെ, നിങ്ങൾ 1 സെൻറ്റിമീറ്റർ 5 എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യണം? എടുക്കാം. നമ്മുടെ മാക്സിമം സ്ട്രെസ് എന്ന് പറയുന്നത് എത്രയാണ്? 50 ആണല്ലേ? സോ 50 വരെ നമുക്ക് എക്സ് ആക്സിൽ വരയ്ക്കാം. ദെൻ നമ്മുടെ ഷിയർ സ്ട്രെസ് എത്രയാണ്? 20 Nm/mm² ആണ്. സോ നമ്മൾ വൈ ആക്സിൽ ഒരു 20 വരെ വരച്ചാൽ മതിയാവും നമുക്ക്. 5, 10, 15, 20, 25, 55, 60. നമ്മൾ എക്സ് ആക്സും വൈ ആക്സും കൺസ്ട്രക്ട് ചെയ്തു. ഇനി എന്ത് ചെയ്യണം? നമ്മുടെ രണ്ട് ടെൻസൈൽ സ്ട്രെസ്സസിൻ്റെ വാല്യൂ എന്തുണ്ട്? 50 Nm/mm²ഉം അതുപോലെ 10 Nm/mm². ഇത് രണ്ടും നമ്മൾ എന്ത് ചെയ്യാം? എക്സ് ആക്സിൽ മാർക്ക് ചെയ്യാം. 50 Nm/mm² എക്സ് ആക്സിൽ മാർക്ക് ചെയ്യാം. ഓക്കെ, ഒന്ന്. രണ്ടാമത് 10 Nm/mm², രണ്ടാമത്തെ മാർക്ക് ചെയ്യാം. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? നമ്മൾ 50 Nm/mm²ഉം 10 Nm/mm² മാർക്ക് ചെയ്തു. നമ്മുടെ ഷിയർ സ്ട്രെസ് എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 20 Nm/mm² എന്ന് തന്നിട്ടുണ്ട്. സോ ആ ഷിയർ സ്ട്രെസ് നമ്മൾ മാർക്ക് ചെയ്യാം. എങ്ങനെയാണ്? ഇവിടുന്ന് താഴത്തേക്ക് ഒരു 20 Nm/mm², 5, 10, 15, 20, 25, 30. സോ 20ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോയിന്റ് ഇതാണ്. 20 കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോയിന്റ് അല്ലേ? സോ 20. അതുപോലെ ഇവിടുന്ന് മുകളിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക? ഈ പറയുന്ന 20 മാർക്ക് ചെയ്യാം. 20. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ രണ്ട് എൻഡുകൾ തമ്മിൽ യോജിപ്പിക്കുക. ഓക്കെ, നമ്മളിവിടുത്തെ 20 എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ. ഈ രണ്ട് എൻഡ് തമ്മിൽ യോജിപ്പിക്കാം. നിങ്ങളത് ഗ്രാഫിക് ചെയ്യുമ്പോൾ, നിങ്ങൾ പേപ്പറിൽ ചെയ്യുമ്പോൾ ആക്യുറേറ്റ് ആയിട്ട് ചെയ്യണം. ആക്യുറേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുള്ളൂ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇത് റേഡിയസ് ആക്കി എടുക്കാം. ഈ ലെങ്ത്ത് അല്ലെങ്കിൽ ഈ ലെങ്ത്ത് നിങ്ങൾ വരയ്ക്കുമ്പോൾ കറക്റ്റ് നടുക്കായിരിക്കും പോകുന്നു കേട്ടോ. ഈ പോയിന്റ് കറക്റ്റ് നടുക്കായിരിക്കും വരുന്നത്. ഇത് റേഡിയസ് ആക്കി എടുത്തിട്ട് എന്ത് ചെയ്യണം? നമ്മൾ എന്ത് ചെയ്യണം? ഒരു സർക്കിൾ വരയ്ക്കാം. അതായത് ഈ ലെങ്ത്ത് റേഡിയസ് ആക്കി എടുത്തിട്ട് ഒരു സർക്കിൾ വരയ്ക്കാം. അപ്പം എങ്ങനെ വരും? ആ സർക്കിൾ ഇങ്ങനെ കടന്നു പോകും. ഓക്കെ, ഇനി ഈ സർക്കിള് ഈ എക്സ് ആക്സിൽ മുട്ടുന്ന ഈ പോയിന്റ് ഉണ്ടല്ലോ, ആ പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ട്രെസ്സിൻ്റെ വാല്യൂ നോട്ട് ചെയ്യാം. ഓക്കെ, അതായിരിക്കും എന്ത്? മേജർ പ്രിൻസിപ്പൽ സ്ട്രെസ് അഥവാ σ1. അതുപോലെ ഈ സർക്കിള് ഇവിടെ എക്സ് ആക്സിൽ മുട്ടുന്ന പോയിന്റ് നോട്ട് ചെയ്യാം. അതായിരിക്കും എന്ത്? മൈനർ പ്രിൻസിപ്പൽ സ്ട്രെസ് അഥവാ
സിഗ്മ 2. ഇനി ഈ സർക്കിളിന്റെ റേഡിയസ് സെന്റർ ഇതാണല്ലോ, സെന്റർ മുതൽ മാക്സിമം പോയിന്റ് ഇവിടുന്ന് ഒരു പെർപെൻഡിക്കുലർ വരിക, സെന്ററിൽ നിന്ന് പെർപെൻഡിക്കുലർ വരിക. സോ പെർപെൻഡിക്കുലർ വരിക്കുമ്പോൾ നമുക്ക് അതിന്റെ റേഡിയസ് കിട്ടും അല്ലേ. ഇവിടുന്ന് പെർപെൻഡിക്കുലർ വരിക്കാന്ന് വിചാരിക്കാം. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ട്രെസ്. ഓക്കെ, അതാണ് ഇതിന്റെ റേഡിയസ് എന്ന് പറയുന്നത് അല്ലേ. ആ റേഡിയസ് ആയിരിക്കും എന്ത്, മാക്സിമം ഷിയർ സ്ട്രെസ്, ടോ മാക്സ് എന്ന് പറയുന്നത്. മോർ സർക്കിളിന്റെ റേഡിയസ് ആണ് എന്ത്, മാക്സിമം ഷിയർ സ്ട്രെസ്. സോ നമ്മൾ ഇവിടുന്ന് ഒരു റേഡിയസ് വയ്ക്കുക, റേഡിയസിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ വൈ ആക്സിൽ പോയിന്റ് ഏതാണെന്ന് നോക്കുക, അതായിരിക്കും എന്ത്, ടോ മാക്സ്. സോ ഈ വാല്യൂസിലെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെയാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്? ഫൈൻഡ് ദി പ്രിൻസിപ്പൽ സ്ട്രെസ്സസ് അഥവാ സിഗ്മ 1 സിഗ്മ 2 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. അതുപോലെ മാക്സിമം ഷിയർ സ്ട്രെസ് അത് കാൽക്കുലേറ്റ് ചെയ്തു. ദെൻ ആൻഡ് ഇറ്റ്സ് പ്ലെയിൻസ്, ഇതിന്റെ പ്ലെയിൻസും കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞേക്കാണ്. സോ ഇതിന്റെ പ്ലെയിൻസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? പ്രിൻസിപ്പൽ സ്ട്രെസ് ആക്ട് ചെയ്യുന്ന പ്ലെയിനുകൾ ഏതൊക്കെ നോക്കാം. അതായത് സിഗ്മ P1 ഫസ്റ്റ് പ്രിൻസിപ്പൽ സ്ട്രെസ് ആക്ട് ചെയ്യുന്ന പ്ലെയിൻ, അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഈ ആംഗിൾ നമ്മൾ എന്ത് ചെയ്യണം, പ്രൊട്രാക്ടർ വെച്ച് മെഷർ ചെയ്യാം ഈ ആംഗിൾ. ഓക്കെ, ദെൻ ഈ ആംഗിളിന്റെ പകുതി കാണുക, ഈ ആംഗിളിന്റെ പകുതി, ആ ആംഗിളിന്റെ പകുതി ആയിരിക്കും എന്ത്, നമ്മുടെ ഫസ്റ്റ് പ്രിൻസിപ്പൽ സ്ട്രെസ് ആക്ട് ചെയ്യുന്ന പോയിന്റ്. മോർ സർക്കിളിലെ ആംഗിൾ എന്ന് പറയുന്നത് ആക്ച്വൽ ആംഗിളിന്റെ ഡബിൾ ആയിരിക്കും. തിയറി പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. സോ ഈ ആംഗിളിന്റെ പകുതി ആയിരിക്കും മേജർ പ്രിൻസിപ്പൽ സ്ട്രെസ് ആക്ട് ചെയ്യുന്ന പ്ലെയിൻ എന്ന് പറയുന്നത്. സോ അങ്ങനെയാണ് ആ പ്ലെയിൻ ലൊക്കേറ്റ് ചെയ്യുന്നത്. മൈനർ പ്രിൻസിപ്പൽ സ്ട്രെസ് ആക്ട് ചെയ്യുന്ന പ്ലെയിൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ മേജർ പ്രിൻസിപ്പൽ സ്ട്രെസ് ആക്ട് ചെയ്യുന്ന പ്ലെയിൻ പ്ലസ് 90 ഡിഗ്രി ആയിരിക്കും, പ്ലസ് 90 ഡിഗ്രി. ഓക്കെ, ഈ മാക്സിമം ഷിയർ സ്ട്രെസ് ആക്ട് ചെയ്യുന്ന പ്ലെയിൻ ഏതായിരിക്കും? മാക്സിമം ഷിയർ സ്ട്രെസ് പ്ലെയിൻ അറ്റ് വിച്ച് ഷിയർ സ്ട്രെസ് ഈസ് മാക്സിമം എത്രയായിരിക്കും? മേജർ പ്രിൻസിപ്പൽ സ്ട്രെസ് ആക്ട് ചെയ്യുന്ന പോയിന്റ് ഒപ്പം 45 കൂട്ടിയതായിരിക്കും. ഓക്കെ, 45 കൂട്ടിയത്. സോ നമുക്ക് ഇതിന്റെ എല്ലാ വാല്യൂസ് എത്ര കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ മേജർ പ്രിൻസിപ്പൽ സ്ട്രെസ് അഥവാ സിഗ്മ P1 ഈക്വൽ ടു 58.28 എന്ന് കിട്ടും. അഥവാ ഈ വാല്യൂ എത്ര കിട്ടും? 58.28 എന്ന് കിട്ടും. അതുപോലെ മൈനർ പ്രിൻസിപ്പൽ സ്ട്രെസിന്റെ വാല്യൂ 1.72 ന്യൂട്ടൺ പെർ mm² എന്ന് കിട്ടും. സിഗ്മ P2ന്റെ വാല്യൂ 1.72 ന്യൂട്ടൺ പെർ mm² എന്ന് കിട്ടും. അടുത്ത ടോമാക്സിന്റെ വാല്യൂ, മാക്സിമം ഷിയർ സ്ട്രെസിന്റെ വാല്യൂ 28.28 ന്യൂട്ടൺ പെർ mm² എന്ന് കിട്ടും. അഥവാ റേഡിയസ് ഓഫ് ദി മോർ സർക്കിൾ 28.2 ന്യൂട്ടൺ പെർ മീറ്റർ². അതായത് നമ്മളിങ്ങനെ ഇവിടെ എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുമ്പോൾ ഇവിടെ നമുക്ക് 28.28 ന്യൂട്ടൺ പെർ mm² നമുക്ക് നമ്മുടെ ഗ്രാഫ് അവിടെ ടച്ച് ചെയ്യുന്നിട്ട് കാണാൻ പറ്റും. ഇനി മാക്സിമം ലൊക്കേഷൻ ഓഫ് മേജർ പ്രിൻസിപ്പൽ പ്ലെയിൻ തീറ്റ P1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 22.5 ഡിഗ്രി ആയിരിക്കും തീറ്റ P1. അതായത് ഈ ആംഗിളിന്റെ പകുതി, ഈ ആംഗിൾ എത്ര ആയിരിക്കും? 45 ആയിരിക്കും. ഓക്കെ, അതിന്റെ പകുതി 22.5 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ ലൊക്കേഷൻ ഓഫ് ദി മൈനർ പ്രിൻസിപ്പൽ പ്ലെയിൻ എന്തായിരിക്കും? ഇതിന്റെ ഒപ്പം എന്ത് ചെയ്യണം? 90 കൂട്ടുക. 90 കൂട്ടുമ്പോൾ എന്ത് കിട്ടും? മൈനർ പ്രിൻസിപ്പൽ പ്ലെയിനിന്റെ ആംഗിൾ കിട്ടും, 112.5 എന്ന് കിട്ടും. ഓക്കെ, ദെൻ വാട്ട് ഈസ് ദി ലൊക്കേഷൻ ഓഫ് മാക്സിമം ഷിയർ പ്ലെയിൻ? അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഇതിന്റെ ഒപ്പം എന്ത് ചെയ്യണം? 45 കൂട്ടിയാൽ മതി. 22.5 പ്ലസ് 45 എത്ര കിട്ടും? 67.5 എന്ന് കിട്ടും. ഓക്കെ, ലൊക്കേഷൻ ഓഫ് മിനിമം ഷിയർ സ്ട്രെസ് പ്ലെയിൻ, ഇതിൻ്റെ ഒപ്പം എന്ത് ചെയ്യണം? ഒരു 90 കൂട്ടാം. ഓക്കെ, ഇപ്പോൾ തീറ്റ S2 കിട്ടും. സോ ഇത്രയും വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. സോ നമുക്ക് ഗ്രാഫിക്കലി വളരെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഈ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, 14 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്, ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. കുഴപ്പമില്ലല്ലോ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. സോ 14 മാർക്കിൻ്റെ ലാസ്റ്റ് essay ക്വസ്റ്റ്യൻ ആണ്. എ ഷോർട്ട് കോളം ഓഫ് റെക്ടാങ്കുലർ ക്രോസ് സെക്ഷൻ 80 mm ഇൻറ്റു 60 mm. സോ നമ്മൾ വരച്ചു കഴിഞ്ഞാൽ ഒരു റെക്ടാങ്കുലർ ആയിട്ടുള്ള ഒരു ക്രോസ് സെക്ഷൻ ഉള്ള ഒരു കോളം അല്ലേ. സോ അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 80 ആണ്, അതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 60 ആണ്. അതിൽ 40 kN ലോഡ് ആക്ട് ചെയ്യുകയാണ്. ലോഡ് ആക്ട് ചെയ്യുന്നത് എവിടെയാണ്? അറ്റ് എ പോയിന്റ് 20 mm ഫ്രം ദി ലോങ്ങർ സൈഡ് ആൻഡ് 35 mm ഫ്രം ദി ഷോർട്ടർ സൈഡ്.
സോ നമ്മളൊരു എക്സ് ആക്സിസും വൈ ആക്സിസും വരയ്ക്കാമെന്ന് വിചാരിക്കുക ഇത് കൂടെ. ഓക്കെ, വൈ ആക്സിസ്. സോ ലോഡ് ആക്ട് ചെയ്യുന്നത് എന്താണ്? 20 mm ഫ്രം ദി ലോങ്ങർ എഡ്ജ്. ലോങ്ങർ എഡ്ജിൽ നിന്ന് 20 mm താഴെ, ഷോർട്ടർ എഡ്ജിൽ നിന്ന് 35 mm താഴെ. സോ ഈ ലെങ്ത് എത്രയാണ്? 20. ഈ ലെങ്ത് എത്രയാണ്? 35 അല്ലേ? സോ നോക്കിയേ, ഇത്രയും ലെങ്ത് എത്രയാണ്? മൊത്തം 60 ആണ്. അതിൻ്റെ പകുതിയാണ് ഇത്രയും ലെങ്ത് അല്ലേ? 30 അല്ലേ? ഇത്രയും ലെങ്ത് എത്രയാണ്? മൊത്തം 80 ആണ്. അതിൻ്റെ പകുതി 40. ഓക്കെ, സോ ലോഡ് ആക്ട് ചെയ്യുന്ന പോയിന്റ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. സോ ഇത് എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ്. ഫസ്റ്റ് നമ്മൾ സോൾവ് ചെയ്യാൻ വേണ്ടി എക്സെൻട്രിസിറ്റി അബൌട്ട് എക്സ് എക്സ് ആക്സിസ് കണ്ടുപിടിക്കാൻ പോവാണ്. ഓക്കെ, എക്സെൻട്രിസിറ്റി അബൌട്ട് എക്സ് എക്സ് ആക്സിസ്. നമ്മുടെ ലോഡ് എക്സ് എക്സ് ആക്സിൽ നിന്ന് എന്തുമാത്രം മാറിയാണ് ഇരിക്കുന്നത്. നോക്കിയേ, ഇതാണ് എക്സ് എക്സ് ആക്സിസ് അല്ലേ? എക്സെൻട്രിസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ എക്സ് ആക്സിൽ നിന്ന് എന്തുമാത്രം അകലെയാണ് നമ്മൾ ലോഡ് ഇരിക്കുന്നത് എന്നുള്ളതാണ്. സോ അതിൻ്റെ വാല്യൂ എത്ര വരും? എത്രയാണ്? മൊത്തം എത്രയാണ്? 30 ആണ് അല്ലേ? ഇവിടെ മുതൽ ഇവിടം വരെ എത്രയാണ്? 30 ആണ്. ഇത്ര എത്രയാണ്? 20 ആണ്. സോ എക്സെൻട്രിസിറ്റി അബൌട്ട് ദി എക്സ് എക്സ് ആക്സിസ് എത്രയായിരിക്കും? 10 mm ആയിരിക്കും അല്ലേ? 10 mm. സിമിലർലി എക്സെൻട്രിസിറ്റി അബൌട്ട് വൈ ആക്സിസ്, അബൌട്ട് വൈ ആക്സിസ് കണ്ടുപിടിക്കും. എക്സെൻട്രിസിറ്റി അബൌട്ട് വൈ ആക്സിസ് എത്രയാണ്? ഫിഗറിൽ നോക്കി, നമ്മുടെ വൈ ആക്സിസ് ഇതാണ്. നമ്മുടെ ലോഡ് ആക്ട് ചെയ്യുന്നത് ഷോർട്ടർ എഡ്ജിൽ നിന്ന് 35 mm അകലെയാണ്. അഥവാ ഈ ലെങ്ത് എത്രയായിരിക്കും? ടോട്ടൽ ഇവിടെ മുതൽ ഇവിടെ വരെ എത്രയാണ്? 40. ദെൻ ഇവിടെ മുതൽ ഇവിടെ വരെ എത്രയാണ്? 35. അഥവാ എക്സെൻട്രിസിറ്റി അബൌട്ട് ദി വൈ ആക്സിസ് എന്ന് പറയുന്നത് എത്രയാണ്? 5 ആണ്. ശരിയല്ലേ? 40 മൈനസ് 30, 40 മൈനസ് 35 എത്ര വരും? 5 ആവും വന്നിട്ട്. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക? എക്സെൻട്രിസിറ്റി അബൌട്ട് ദി എക്സ് ആക്സിസും എക്സെൻട്രിസിറ്റി അബൌട്ട് ദി വൈ ആക്സിസും കണ്ടുപിടിക്കാം. ദെൻ നമ്മൾ മൊമെന്റ് ഓഫ് ദി ലോഡ് അബൌട്ട് ദി എക്സ് ആക്സിസും മൊമെന്റ് ഓഫ് ദി ലോഡ് അബൌട്ട് ദി വൈ ആക്സിസും കണ്ടുപിടിക്കാം. ഓക്കെ, മൊമെന്റ് ഓഫ് ദി ലോഡ് അബൌട്ട് എക്സ് എക്സ് ആക്സിസ്. അതെങ്ങനെ കണ്ടുപിടിക്കുന്നത്? ലോഡ് എത്രയാണ്? 40 kN ആണ് അല്ലേ? 40 kN. അത് എക്സ് ആക്സിൽ നിന്ന് എന്തുമാത്രം അകലെയാണ് ഇരിക്കുന്നത്? 10 mm അകലെയാണ്. സോ എന്താണ്? 40 kN ആണ്. സോ ഇൻറ്റു 10⁻³ എന്ന് ചെയ്യണം. ഇൻറ്റു എന്താണ്? എക്സെൻട്രിസിറ്റി, അതാണ് മൊമെന്റ് എന്ന് പറയുന്നത്. സോ 40 ഇൻറ്റു 10⁻³ ഇൻറ്റു 10, അതാണ് എന്ത്? മൊമെന്റ് ഓഫ് ലോഡ് അബൌട്ട് ദി എക്സ് എക്സ് ആക്സിസ് എന്ന് പറയുന്നത്. സോ എത്ര വരും അത്? 40 0 0 0 0. യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ mm. സിമിലർലി മൊമെന്റ് ഓഫ് ലോഡ് അബൌട്ട് ദി വൈ ആക്സിസ് കണ്ടുപിടിക്കുക. വൈ ആക്സിസ്, മൊമെന്റ് ഓഫ് ലോഡ് അബൌട്ട് വൈ ആക്സിസ്. അതെങ്ങനെ കണ്ടുപിടിക്കുന്നത്? ലോഡ് എത്രയാണ്? 40 ഇൻറ്റു 10⁻³ ആണ്. 40 ഇൻറ്റു 10⁻³. അപ്പോൾ വൈ ആക്സിസിൽ നിന്ന് നമ്മുടെ ലോഡ് എന്തുമാത്രം മാറിയിരിക്കുന്നത്? 5 mm ആണ്. എക്സെൻട്രിസിറ്റി അബൌട്ട് ദി വൈ ആക്സിസ് ഇസ് 5 mm. സോ ഇൻറ്റു 5. ശരി, നമുക്ക് എത്ര വരും? 40 ഇൻറ്റു 5 എത്രയാണ്? 200. ദെൻ 0 0 0 ന്യൂട്ടൺ m. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? മൊമെന്റ് ഓഫ് ദി ലോഡ് അബൌട്ട് ദി എക്സ് എക്സ് ആക്സിസും മൊമെന്റ് ഓഫ് ദി ലോഡ് അബൌട്ട് ദി വൈ ആക്സിസും കണ്ടുപിടിച്ചു. ഓക്കെ, നമ്മുടെ എയിം എന്താണ്? വാട്ട് ഈസ് ദി മാക്സിമം കംപ്രസീവ് ആൻഡ് മാക്സിമം ടെൻസൈൽ സ്ട്രെസ് ഇൻ ദി സെക്ഷൻ എന്നുള്ളതാണ്. ഓക്കെ, നമ്മുടെ ഈ സെക്ഷനിൽ ആക്ട് ചെയ്യുന്ന മാക്സിമം കംപ്രസീവ് സ്ട്രെസ്സും മാക്സിമം ടെൻസൈൽ സ്ട്രെസ്സും എത്രയാണെന്നുള്ളതാണ്. സോ ഈ സെക്ഷനിൽ ആക്ട് ചെയ്യുന്ന സ്ട്രെസ്സിന്റെ ഇക്വേഷൻ, അതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ: ഒരു ക്രോസ് സെക്ഷനിൽ ഒരു എക്സെൻട്രിക് ലോഡ് ആക്ട് ചെയ്യുകയാണെങ്കിൽ ആ ക്രോസ് സെക്ഷനിൽ ആക്ട് ചെയ്യുന്ന സ്ട്രെസ് ജനറൽ ഫോർമുല എന്ന് പറയുന്നത് P/A പ്ലസ് ഓർ മൈനസ് മൊമെന്റ് അബൌട്ട് ദി എക്സ് ആക്സിസ് ഇൻറ്റു വൈ ഡിവൈഡഡ് ബൈ I xx പ്ലസ് ഓർ മൈനസ് മൊമെന്റ് അബൌട്ട് ദി വൈ ആക്സിസ് ഇൻറ്റു എക്സ് ഡിവൈഡഡ് ബൈ I y y. ഇതാണ് ഇതിൻ്റെ ജനറൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ,
നമുക്ക് എന്നാ ചോദിച്ചിരിക്കുന്നത്, വാട്ട് ഈസ് ദി മാക്സിമം വാല്യൂ ഓഫ് കംപ്രസീവ് സ്ട്രെസ് ആൻഡ് മാക്സിമം വാല്യൂ ഓഫ് ടെൻസൈൽ സ്ട്രെസ്. ഈ എക്സിൻ്റെയും വൈയുടെയും വാല്യൂ പോസിറ്റീവ് ആവുമ്പോൾ, എക്സിൻ്റെയും വൈൻ്റെയും വാല്യൂ പോസിറ്റീവ് ആവുമ്പോൾ നമുക്ക് കിട്ടുന്നത് മാക്സിമം കംപ്രസീവ് സ്ട്രെസ് ആയിരിക്കും. അതായത് എക്സിൻ്റെയും വൈൻ്റെയും വാല്യൂ പോസിറ്റീവ് ആണെന്ന് പറയുന്നത് എന്താണ്? ഇതാണ് നമ്മൾ 0 നമ്മൾ ഒറിജിനൽ ആക്കി എടുക്കുന്ന പോയിന്റ് ഇതാണ് 0. സോ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് എന്താണ്, എക്സ് പോസിറ്റീവ് ആണ്, ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് എന്താണ്, വൈയും പോസിറ്റീവ് ആണ്. സോ മാക്സിമം കംപ്രസീവ് സ്ട്രെസ് ആക്ട് ചെയ്യുന്ന പോയിന്റ് ഏതായിരിക്കും? ഈ പോയിന്റ് ആണ്. ഓക്കെ, ഈ എക്സ്ട്രീം റൈറ്റ് സൈഡിൽ ടോപ്പിലുള്ള ഈ പോയിന്റ്, ആ പോയിന്റ് ആയിരിക്കും എന്ത്, മാക്സിമം കംപ്രസീവ് സ്ട്രെസ് ആക്ട് ചെയ്യുന്നത്. മാക്സിമം ടെൻസൈൽ സ്ട്രെസ് ആക്ട് ചെയ്യുന്ന പോയിന്റ് എന്ന് പറയുന്നത് എക്സ്ട്രീം ലെഫ്റ്റില് ഏറ്റവും ബോട്ടമുള്ള ഈ പോയിന്റ് ആയിരിക്കും. അതായത് എക്സും വൈയും നെഗറ്റീവ് ആവുന്ന ആ പോയിന്റ്, മാക്സിമം നെഗറ്റീവ് വാല്യൂ ഉള്ള പോയിന്റ്, അതാണ് എന്ത്, മാക്സിമം ടെൻസൈൽ സ്ട്രെസ് ആക്ട് ചെയ്യുന്ന പോയിന്റ്. ഓക്കെ, ഇങ്ങനെയുള്ള കേസിലുള്ള കംപ്രസീവ് സ്ട്രെസ്സും ടെൻസൈൽ സ്ട്രെസ്സും കണ്ടുപിടിക്കുന്നത് ഇങ്ങനെയാണ്. സോ മാക്സിമം കംപ്രസീവ് സ്ട്രെസ് ആക്ട് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യുക, മാക്സിമം കംപ്രസീവ് സ്ട്രെസ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യുക, എക്സിൻ്റെ സ്ഥാനത്ത് 40 എന്ന് കൊടുക്കുക, വൈയുടെ സ്ഥാനത്ത് 30 എന്ന് കൊടുക്കുക. ഓക്കെ, അതായത് ഈ ഇക്വേഷനിൽ എക്സിൻ്റെ സ്ഥാനത്ത് എന്ത് ചെയ്യുക, 40 എന്ന് കൊടുക്കുക, വൈയുടെ സ്ഥാനത്ത് എന്ത് ചെയ്യുക, 30 എന്ന് കൊടുക്കുക. നോക്കിയേ, ഈ ഇക്വേഷനിൽ നമ്മൾ MX മൊമെന്റ് അബൌട്ട് ദി എക്സ് ആക്സും മൊമെന്റ് അബൌട്ട് ദി വൈ ആക്സും കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു സാധനം കണ്ടുപിടിക്കേണ്ട ആക്ച്വലി ഏതാണ്, IXS ഉം IYY അല്ലേ. സോ IXS ഉം IYY കൂടി കണ്ടുപിടിക്കാം. IXS എന്ന് പറഞ്ഞാൽ എന്താണ്, മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദി ക്രോസ് സെക്ഷൻ എബൌട്ട് ദി XX ആക്സിസ്. അതെങ്ങനെയാ, നമ്മുടെ ക്രോസ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, റെക്ടാങ്കുലർ ക്രോസ് സെക്ഷൻ ആണ് അല്ലേ, റെക്ടാങ്കുലർ ക്രോസ് സെക്ഷൻ ആണ്. സോ അതിന് ഒരു XX ആക്സിസും ഉണ്ട്, ഒരു YY ആക്സിസും ഉണ്ട്. സോ മൊമെന്റ് ഓഫ് ഇനർഷ്യ അബൌട്ട് ദി XS ആക്സിസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, അതിന്റെ പാരലൽ സൈഡ്, XS ആക്സിന്റെ പാരലൽ സൈഡ് ഏതാ, ഇതല്ലേ, പാരലൽ സൈഡ് ഇൻറ്റു പെർപെൻഡിക്കുലർ സൈഡ്, XX ആക്സിന് പെർപെൻഡിക്കുലർ ഉള്ള സൈഡ് അല്ലേ, പെർപെൻഡിക്കുലർ സൈഡ് അതിന്റെ ക്യൂബ് ഡിവൈഡഡ് ബൈ 12 ആണ്. ഇങ്ങനെയാണ് മൊമെന്റ് ഓഫ് ഇനർഷ്യ അബൌട്ട് ദി XS ആണ്. സിമിലർലി മൊമെന്റ് ഓഫ് ഇനർഷ്യ അബൌട്ട് ദി YY ആക്സിസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇതാണ് YY ആക്സിസ്, അതിന് പാരലൽ ആയിട്ടുള്ള സൈഡ് ഏതാണ്, ഈ സൈഡ് ഇൻറ്റു അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള സൈഡ് ഏതാണ്, ഈ സൈഡ്, ആ സൈഡിന്റെ ക്യൂബ് ബൈ 12 ആണ്. സോ IXS ഉം IYY നമ്മൾ എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. നമുക്ക് വാല്യൂസ് തന്നിട്ടുണ്ടല്ലോ, എന്താണ് ഇതിന്റെ XX ലെങ്ത് എത്രയാണ്, 80 ആണ്, അതിൻ്റെ വിഡ്ത്ത് എത്രയാണ്, 60 ആണ്. സോ ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 80, വിഡ്ത്ത് എന്ന് പറയുന്നത് 60. ഞാൻ വരച്ചപ്പോൾ വിഡ്ത്ത് ഇച്ചിരി നീളം കൂടി പോയെന്നുള്ളൂ. ഓക്കെ, സോ അതോടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എന്ത് വരും, IXS ഇസിക്കൽ എന്ത് വരും, ഇതാണ് XS ആക്സിസ് അല്ലേ. സോ പാരലൽ സൈഡ് ഏതാണ്, 80 ഇൻറ്റു പെർപെൻഡിക്കുലർ സൈഡ് എത്രയാണ്, 60, 60ന്റെ ക്യൂബ് ഡിവൈഡഡ് ബൈ എന്ത് വരും, 12 വരും അല്ലേ, 12. സോ ഇത് ചെയ്യുമ്പോൾ നമുക്ക് IXS ഉം IYY കിട്ടും. IXSന്റെ വാല്യൂ എന്ന് പറയുന്നത് 144,0,0,0 ചെയ്ത് നോക്കുക, 144,0,0,0 എന്ന് കിട്ടും അല്ലേ. ഇനി യൂണിറ്റ് എന്തായിരിക്കും, mm⁴ ആയിരിക്കും, mm⁴. സിമിലർലി IYY ആണ്, IYY എങ്ങനെയാണെന്ന്, YYക്ക് പാരലായിട്ടുള്ള സൈഡ് ഏതാണ്, ഇതാണ് YY, അതിന് പാരലായിട്ടുള്ള സൈഡ് ഏതാ, 60 അല്ലേ, 60 ഇൻറ്റു YYക്ക് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള സൈഡ് ഏതാണ്, 80ന്റെ ക്യൂബ് ഡിവൈഡഡ് ബൈ 12. ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് IYBയുടെ വാല്യൂ കിട്ടും. IYBയുടെ വാല്യൂ എന്ന് പറയുന്നത് 256 ചെയ്ത് കഴിയുമ്പോൾ 256,0,0,0 mm⁴ കിട്ടും. ഓക്കെ, സോ നമുക്ക് എല്ലാ വാല്യൂസും കിട്ടി. P എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ അപ്ലൈ ചെയ്ത ലോഡാണ്, എന്താണ് 40 kN. അപ്പോൾ 40 × 10⁻³ ന്യൂട്ടൺ എന്ന് കൊടുക്കുക. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആണ് A എന്ന് പറയുന്നത്, എന്താണ് 80 × 60. സോ മാക്സിമം കംപ്രസീവ് സ്ട്രെസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകണേ. ഓക്കെ, മാക്സിമം കംപ്രസീവ് സ്ട്രെസ്. സോ മാക്സിമം കംപ്രസീവ് സ്ട്രെസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും, ഞാൻ പറഞ്ഞു മാക്സിമം കംപ്രസീവ് സ്ട്രെസ് എടുക്കുമ്പോൾ എക്സിന്റെ വാല്യൂ 40 എന്ന് കൊടുക്കുക, വൈയുടെ വാല്യൂ എന്ത് ചെയ്യുക, 40 എന്ന് കൊടുക്കുക. സോ സിഗ്മ കംപ്രസീവ് മാക്സിമം കംപ്രസീവ് സ്ട്രെസ് ഈസ് ഈക്വൽ ടു P/A. ഓക്കെ, P/A പ്ലസ് മൊമെന്റ് അബൌട്ട് ദി XX ആക്സിസ് ഇൻറ്റു X ഡിവൈഡഡ് ബൈ IXX പ്ലസ് P/A ഇൻറ്റു പ്ലസ്
എം വൈ വൈ ഇൻറ്റു വൈ ഡിവൈഡഡ് ബൈ ഐ വൈ വൈ ആണ്. ഓക്കെ, സോ ഓരോ വാല്യൂസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിയുടെ വാല്യൂ എന്താണ് 40 ഇൻറ്റു 10⁻³ ഡിവൈഡഡ് ബൈ ഏരിയയുടെ വാല്യൂ എത്രയാണ്? ഏരിയയുടെ വാല്യൂ 80 ഇൻറ്റു 60 അല്ലേ, പ്ലസ് എം അബൌട്ട് ദി എക്സസ് എത്രയാണ്? മൊമെന്റ് അബൌട്ട് ദി എക്സസ് നമ്മൾ കണ്ടുപിടിച്ചു, ഈ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചാണ് അല്ലേ. മൊമെന്റ് അബൌട്ട് ദി എക്സ് ആക്സിസ് 40 ഇൻറ്റു 10⁻⁴. 40 1 2 3 4 4 പൂജ്യം ഇൻറ്റു എക്സിന്റെ വാല്യൂ എത്രയാണ്? എക്സിന്റെ വാല്യൂ അതായത് ഈ ഡിസ്റ്റൻസ് 40 ഇൻറ്റു 40 ഡിവൈഡഡ് ബൈ ഐ എക്സസിന്റെ വാല്യൂ എത്രയാ? നമ്മളിവിടെ കണ്ടുപിടിച്ചേണ്ടത് എത്രയാണ്? 144 zeros. 144 ഓക്കെ. ദെൻ പ്ലസ് എം വൈ വൈ നമ്മൾ കണ്ടുപിടിച്ചു അല്ലേ. മൊമെന്റ് അബൌട്ട് ദി വൈ ആക്സിസ് എത്രയാണ്? 24 zeros. സോ 24 zeros ഇൻറ്റു വൈയുടെ വാല്യൂ എത്രയാണ്? 30 ആണ്. 30 ഡിവൈഡഡ് ബൈ ഐ വൈ വൈ നമ്മൾ കണ്ടുപിടിച്ചു എത്രയാണ്? ഐ വൈ വൈ 25 6 4 zeros. ഓക്കെ, 25 6 4 zeros ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടും സിഗ്മ കംപ്രസീവിന്റെ വാല്യൂ കിട്ടും. ഇനി സിഗ്മ മാക്സിമം ടെൻസൈൽ ഫോഴ്സ് കണ്ടുപിടിക്കണം. എങ്ങനെയാണ്? ഞാൻ പറഞ്ഞു മാക്സിമം ടെൻസൈൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഏത് പോയിന്റ് ആണ്? എക്സ്ട്രീം ലെഫ്റ്റ് സൈഡിൽ ബോട്ടത്തിലുള്ള ഈ പോയിന്റ് ആയിരിക്കും മാക്സിമം ടെൻസൈൽ സ്ട്രെസ് ആക്ട് ചെയ്യുന്നത്. സോ അവിടുത്തെ എക്സിന്റെ വാല്യൂ എന്തായിരിക്കും? എക്സിന്റെ വാല്യൂ -40 അല്ലേ. ഇവിടുന്ന് ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? -40. വൈയുടെ വാല്യൂ എന്തായിരിക്കും? -30. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യുക? ഇക്വേഷനിലേക്ക് കൊടുക്കുക. അതായത് P/A അവിടെ മാറ്റമൊന്നുമില്ല. 40 ഇൻറ്റു 10⁻³ ഡിവൈഡഡ് ബൈ 80 ഇൻറ്റു 60 അല്ലേ, പ്ലസ് 4000 വേറെ വാല്യൂസിന് മാറ്റമില്ല. 4000 40 ഇൻറ്റു എക്സിന്റെ സ്ഥാനത്ത് നമ്മൾ എന്ത് ചെയ്യണം? -40 എടുക്കുക ഡിവൈഡഡ് ബൈ 1440000 പ്ലസ് ഇവിടെ വൈയുടെ സ്ഥാനത്ത് എന്ത് ചെയ്യാം? -30 കൊടുക്കുക ഡിവൈഡഡ് ബൈ 2560000. സോ ഇത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സിഗ്മ കംപ്രസീവ് മാക്സിമം കംപ്രസീവ് സ്ട്രെസ്സിന്റെ വാല്യൂ 19.785 ന്യൂട്ടൺ പെർ mm² നേട്ടും. 19.785 ന്യൂട്ടൺ പെർ mm² നേട്ടും. സിഗ്മ ടെൻസൈൽ മാക്സിമം ടെൻസൈൽ സ്ട്രെസ്സിന്റെ വാല്യൂ നമുക്ക് ചെയ്ത് കഴിയുമ്പോൾ -3.125 ന്യൂട്ടൺ പെർ mm² നേട്ടും. ഓക്കെ, സോ ഇങ്ങനെയാണ് എക്സെൻട്രിക് ലോഡ് ആക്ട് ചെയ്യുന്ന കേസിൽ ഉള്ള പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ സോൾവ് ചെയ്യേണ്ടത്. സോ നമുക്ക് ജനറൽ സ്ട്രെസ്സിന്റെ ഇക്വേഷൻ എന്താണ്? സിഗ്മ ഈസ് ഈക്വൽ ടു P/A പ്ലസ് mxx ഇൻറ്റു എക്സ് ഡിവൈഡ് ബൈ IXS പ്ലസ് MYY ഇൻറ്റു വൈ ഡിവൈഡ് ബൈ IYY ആണ്. സോ മാക്സിമം കംപ്രസീവ് സ്ട്രെസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? എക്സിന്റെ സ്ഥാനത്ത് +40 +30 കൊടുക്കുക. മാക്സിമം ടെൻസൈൽ സ്ട്രെസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ -40 -30 കൊടുക്കുക. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ ഈ പ്രോബ്ലം സോൾവ് ചെയ്യണം. സോ ഇത്രയാണ് മൊഡ്യൂൾ 5 നിന്ന് നമുക്ക് 2022 വർഷം ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഓക്കെ, നന്നായിട്ട് പഠിക്കുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. താങ്ക് യു.